രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങളിലടക്കം ഇന്ത്യ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ആയുധ വ്യാപാര രംഗത്ത് നമ്മൾ ഒരു വലിയ ശക്തിയായി മാറുന്നു. ശരിയാണോ? ശരിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ പരീക്ഷിച്ച പിനാക്ക റോക്കറ്റ്സ് ഉണ്ടല്ലോ, ഗൈഡഡ് റോക്കറ്റ്സ് ആണ്. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 40-45 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റുകളാണ്, മിസൈലല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്, റോക്കറ്റാണ്. റോക്കറ്റ് ആക്രമണം എന്നൊക്കെ പറയുന്നുള്ളൂ. അത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു റോക്കറ്റാണെന്ന് ഇപ്പം അതിൻ്റെ പരീക്ഷണം കഴിഞ്ഞതേ ഉള്ളൂ. DRDO നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കിയതാണ്. അത് റഷ്യയുടെ സ്മർക്ക് റോക്കറ്റുകളുണ്ട്. സ്മർക്ക് റോക്കറ്റുകളെക്കാളും മികച്ചതാണെന്നാണ് പൊതുവിലുണ്ടാകുന്ന അഭിപ്രായം. നമ്മളിപ്പോൾ DRDO ഇപ്പോൾ ഇത് പരീക്ഷയുള്ളെങ്കിലും ഈ റോക്കറ്റ് റിയൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അർമേനിയയും അസർബൈജാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതെ, കുറേ കാലമായിട്ട് യുദ്ധത്തിലാണ്. നമ്മളിപ്പോൾ അത് രണ്ട് ചെറിയ രാജ്യമായതുകൊണ്ട് നമ്മുടെ പത്രങ്ങളിലൊന്നും വരുന്നില്ല എന്നാണ്. അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് യുദ്ധം, എവിടെ യുദ്ധം, നമ്മൾ ഇസ്രായേൽ യുദ്ധം, അത് വെടിനിർത്തലായില്ലേ, ഗാസ, അത് പിന്നെ അങ്ങനെ സിറിയയിലൊരു കാര്യം നമ്മൾ കുറച്ച് പറഞ്ഞു, റഷ്യ, ഉക്രൈൻ, ഇത് മാത്രമല്ല പലയിടത്തും യുദ്ധം നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ വിടുന്നില്ല. യമൻ എന്ന് പറയുന്ന രാജ്യത്തിനെ സൗദി അറേബ്യയും UAE ഒക്കെ അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുക. 2 ലക്ഷം പേരാ മരിച്ചത്, യുദ്ധത്തിൽ മരിച്ചത്. 2 ലക്ഷം മുസ്ലിങ്ങളെയാണ് മുസ്ലിം രാജ്യം കൊന്നത്. ഇതൊന്നും വാർത്തയല്ല. അപ്പോൾ നമ്മൾ വലിയ രാജ്യങ്ങൾ നടത്തുന്ന വലിയ വൻശക്തികൾ നടത്തുന്ന യുദ്ധങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അസർബൈജാനും അർമേനിയയും തമ്മിൽ, അർമേനിയയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ മുസ്ലിം ഭരണാധികാരികൾ 15 ലക്ഷം ക്രിസ്ത്യാനികളെ കൂട്ടക്കശാപ്പ് ചെയ്ത രാജ്യമാണ് അർമേനിയ. അപ്പോൾ ആ അർമേനിയയും അസർബൈജാൻ അതും ഇസ്ലാമിക രാജ്യമാണ്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. അത് സ്വാതന്ത്ര്യം കിട്ടി, സ്വതന്ത്ര രാജ്യമായതിനു ശേഷം ഇസ്ലാമിക രാജ്യമാണ്. അവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിനാക്ക റോക്കറ്റ്സ് പ്രിസിഷൻ റോക്കറ്റാണ്, കൃത്യം ആക്യുറസിയാണ് എൻ്റെ കാര്യം. അതായത് ഗൈഡറാണ്. എവിടേക്ക് പോയി, ഇപ്പോൾ നമ്മളൊരു സ്ഥലം എക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഉന്നം വെക്കുന്നു, അതിലേക്ക് നമ്മൾ ഉന്നം വെച്ചാൽ കൃത്യം അവിടെ തന്നെ ഇന്ന് വീഴത്തുള്ളൂ. അതായത് മറ്റേ ഈവൻ ഹൂത്തികൾ മിസൈൽ വിടുന്ന പോലെ ആയിരിക്കില്ല, അത് എവിടെയെങ്കിലും വീണ ഇറാൻ മിസൈൽ അയക്കുന്ന പോലെയല്ല, കൃത്യം അവിടെ തന്നെ വീഴും. അത് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൈഡഡ് ആകുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ പോലും അതിനെ ട്രേസ് ചെയ്ത് പിന്നാലെ പോയി തകർക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ പരീക്ഷിച്ച പിനാക്ക റോക്കറ്റ്സ് ഗൈഡഡ് 40 കിലോമീറ്റർ റേഞ്ചുള്ളതാണ്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ നമ്മൾ ഒഫീഷ്യലി പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ അർമേനിയക്ക് കൊടുത്തു. 45 കിലോമീറ്റർ പരിധിയുള്ള ഈ മിസൈൽ അർമേനിയ, നമ്മുടെ മിസൈലല്ല റോക്കറ്റ്, അർമേനിയ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അസർബൈജാനായിട്ട് താങ്ങിക്കൊണ്ടിരിക്കുക. അതിനുശേഷമാണ് നമ്മളിത് പരീക്ഷിച്ചു, വിജയകരമായി നമ്മൾ പരീക്ഷിച്ചു. നേരത്തെ പറഞ്ഞ പോലെ റഷ്യയുടെ സ്മർക്ക് റോക്കറ്റിനേക്കാളും മികച്ചതാണെന്ന് വന്നതോടെ ഒരു ഗുഡ് വില്ല് നന്നായിട്ടുണ്ട്. പിന്നെ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പരീക്ഷിച്ചു, എവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ അർമേനിയ ഈ റോക്കറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ട് ഫ്രാൻസ് പോലുള്ള രാജ്യമൊക്കെ അത് ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. എവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഇവർ നമ്മുടെ നിന്ന് വാങ്ങാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മളോട് ഇപ്പോൾ ചോദിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഫ്രാൻസ് വന്നിരിക്കുന്നു, വിയറ്റ്നാം വന്നിരിക്കുന്നു. 2 രാജ്യങ്ങളും നാഗ്പൂരിൽ വന്നു. നാഗ്പൂരിലാണ് നിർമ്മിക്കുന്നത്. നാഗ്പൂർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സുഡാപ്പികൾ തെറ്റിദ്ധരിക്കരുത്. നാഗ്പൂരിൽ RSS ആസ്ഥാനം നാഗ്പൂരിലായതുകൊണ്ട് ഇത് ചോദിക്കാൻ നാഗ്പൂരിൽ വന്നപ്പം നാഗ്പൂരിൽ നിന്നുള്ള പെർമിഷൻ ചോദിക്കാൻ അങ്ങനെ കരുതരുത്. ചിലർ പറയും നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് മോദി ഭരിക്കുന്നതൊക്കെ പറയുമല്ലോ. ഇതങ്ങനെയല്ല. ഇതുണ്ടാക്കുന്ന 2 കമ്പനികളുണ്ട്. അതിൽ ഒന്നിൻ്റെ പേര് സോളാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയും മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് MIL, ഈ 2 കമ്പനികളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഡിഫൻസ് രംഗത്ത് നമ്മുടെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രതിരോധ കമ്പനികളും, നേരത്തെ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് 2-3 കമ്പനികളായിട്ടോ മറ്റോ മോദി സർക്കാർ മാറ്റി 3ഉം കോമ്പറ്റീറ്റീവ് അടിസ്ഥാനത്തിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ സ്വകാര്യ മേഖലയ്ക്കും ഇപ്പോൾ ടാറ്റ ഉണ്ടാക്കുന്നുണ്ട്, മഹീന്ദ്ര ചെയ്യുന്നുണ്ട്, അദാനി ചെയ്യുന്നുണ്ട്, അദാനി എയറോ അവർ ഡ്രോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ സ്വകാര്യ കമ്പനി LNG ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ കരാർ കൊടുത്തു. അവരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ പ്രൊഡക്ഷൻ, അതായത് അസംബ്ലി ചെയ്യൽ, നിർമ്മിക്കൽ, നമുക്ക് ഇന്ന സാധനം വേണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതാണെന്ന് പറയുന്നു, ഇത്ര എണ്ണം വേണം, അത്ര എണ്ണ ഉണ്ടാക്കാനും പറ്റുള്ളൂ. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനം നമ്മളപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം ഉപയോഗിച്ച് മേടിക്കുകയും ചെയ്യും. അത് അവിടെ ഉണ്ടാക്കുന്ന ഒരു ചീള് കഷ്ടം പോലും പുറത്ത് പോകാൻ പറ്റില്ല. അതാണ് വ്യവസ്ഥ. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ 2 കമ്പനി സോളാർ ഗ്രൂപ്പും മ്യൂണീഷ്യൻ ഇന്ത്യ ലിമിറ്റഡുമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെയും വിയറ്റ്നാമിൻ്റെയും ആളുകൾ നമ്മളിത് പരീക്ഷിച്ചതിന് ശേഷം തന്നെ ഇപ്പോൾ അവിടെ വന്ന് കിടക്കുകയാണ്, ഞങ്ങൾക്ക് വേണം ഈ സാധനം. അപ്പോൾ പിനാക്ക ശിവൻ്റെ ഒരു ആയുധമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, അസർബൈജാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, അസർബൈജാൻ
ലോഡ് കണക്കിന് ആ സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത്. കുറേ കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ കണ്ടെയ്നറുകളിൽ നിറച്ച് നമ്മുടെ തുറമുഖത്ത് കിടപ്പുണ്ട്. ഏത് തുറമുഖത്തെന്ന് പറയുന്നില്ല. ഇന്ത്യൻ പോർട്ടിൽ അർമേനിയയ്ക്ക് കൊടുക്കാനുള്ളത് കണ്ടെയ്നർ നിറച്ച് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ സമുദ്രത്തിൽ കൂടി കൊണ്ടുപോകാനുള്ള ചില തടസ്സങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹൂത്തികളുടെ പോലെയുള്ള ആക്രമണങ്ങളും ഒക്കെ ആയിരിക്കാം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. സമുദ്രയാത്രയ്ക്കുള്ള കണ്ടെയ്നർ കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് എയർലിഫ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നു എന്നാണ് ഡിഫൻസ് ഫോഴ്സുകൾ പറയുന്നത്. ഏതായാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പണ്ടൊക്കെ ആയുധങ്ങൾ കിട്ടാൻ വേണ്ടി വല്ലതും നമുക്ക് തരണേ എന്ന് പറഞ്ഞ അമേരിക്കയുടെയും USSRൻ്റെയും പിന്നീട് റഷ്യയുടെയൊക്കെ പിന്നാലെ നടന്ന ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുന്ന രാജ്യമായിട്ട് മാറി. കൊടുക്കുന്ന ആയുധം നിസ്സാരമൊന്നുമില്ല. ഇപ്പോൾ ബ്രഹ്മോസ് ഈ പറഞ്ഞ പോലെ റഷ്യൻ സഹകരണത്തോടെ ഉണ്ടാക്കുന്നതാണ്. ബ്രഹ്മോസ് റഷ്യയുടെ അനുവാദം ഇല്ലാതെ വിൽക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ചില നമ്പൂരിക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ആരൊക്കെയോ ഒന്ന് കമ്പനി റഷ്യ സംബന്ധിച്ചാലേ വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫിലിപ്പീൻസിലൊക്കെ നമ്മൾ ബ്രഹ്മോസ് കൊടുത്തിട്ടുണ്ട്. ആകെ ഈ അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിനുള്ള എന്തോ തടസ്സം അത്രയേ ഉള്ളൂ. അമേരിക്കയ്ക്ക് ഒരു നാണക്കേട്. ഫിലിപ്പീൻസ് ഒക്കെ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല അമേരിക്ക ഈ റഷ്യയുടെ മിസൈലുണ്ടല്ലോ ഫത്ത എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ മികച്ചുന്ന ഏറ്റവും ആണവശേഷിയുള്ള സാധനമാണ് ബ്രഹ്മോസ് പലരും വാങ്ങുന്നു. നമ്മുടെ തേജസ്സിന് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. തേജസ് പിന്നെ അമേരിക്കൻ കമ്പനി മെഷീൻ തരാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സുഖോയ് ഫൈറ്റർ വിമാനം ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോവാം. അതിനുള്ള ഒരു തദ്ദേശീയമായി ഉണ്ടാക്കാൻ 240 AL-31F1 എയ്റോ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കാം. അതായത് സുഖോയ് 30 MKI ഡബിൾ എഞ്ചിൻ ജെറ്റാണ്, 2 എഞ്ചിനുള്ള യുദ്ധവിമാനം. അതിന് നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന് പകരമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് HAL തീരുമാനിക്കുകയാണ്. HALൻ്റെ MD DK സുനിൽ ഇപ്പോൾ റഷ്യയിലുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് HALൻ്റെ CMD DK സുനിൽ അവിടെ എത്തി അതിൻ്റെ ചർച്ചകൾ നടക്കണം. അപ്പോൾ നമ്മൾ നോക്കും, പണ്ടൊക്കെ നമ്മളിത് വില കൊടുത്ത് മേടിക്കും. ഇപ്പോൾ റാഫേലിൻ്റെ കാര്യം പറയുന്നില്ലേ, റാഫേലിന് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയത് നേരത്തെ UPA കാലത്ത് പറഞ്ഞതിനൊക്കെ കൂടിയ നിരക്കിനാണെന്നാണ് ആക്ഷേപം. സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി കേസെടുത്ത് കൊട്ടക്കളഞ്ഞ്. കൂടിയ നിരക്കാണ്. നമ്മളത് മേടിക്കുന്നത് വിമാനം മാത്രമല്ല, അതിൻ്റെ ടെക്നോളജിയും കൂടെ വാങ്ങിക്കുന്നത്. അതാണ് സംഭവം. അതുകൊണ്ടാണ് വില കൂടി. ഇപ്പം നോക്കൂ, സുഖോയ് വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ല, സുഖോയ് വിമാനം മേടിക്കും, അതിന് കേടുപറ്റി അതിൻ്റെ എഞ്ചിൻ അവിടെ നിന്ന് വരണം. അതല്ല, ഇനി സുഖോയുടെ എഞ്ചിൻ നമ്മളുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ എഞ്ചിൻ നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലോകത്തിൻ്റെ ആയുധ വ്യാപാരികളുടെ പട്ടികയിലേക്ക് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം നിർണായകമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുങ്ങുന്നുള്ള. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നോക്കൂ. ഇപ്പം ഹമാസിനെതിരെ ഇസ്രായേൽ പൊരുന്നു. ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ, ഷെല്ലുകൾ, പീരങ്കി ഉണ്ടകളൊക്കെ ഇന്ത്യയുടെയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അതുപോലെ റഷ്യ പറഞ്ഞു, ഉക്രൈൻ പ്രയോഗിച്ച ചില ആയുധങ്ങൾ അതിനകത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ട്. ഇതെങ്ങനെ വന്നു അന്വേഷിച്ചപ്പോൾ ഇന്ത്യ സ്പെയിനിന് കൊടുത്തിട്ടുണ്ട്. സ്പെയിനിന് കൊടുത്ത സാധനം അവരെന്ത് ചെയ്തു, ഇവരെ യുക്രൈനെ സഹായിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഇവർക്ക് കൊടുത്തു. അതെടുത്ത് പ്രയോഗിച്ചത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യക്കിട്ട്. അപ്പോൾ പുത്തിൻ ഇത് വിളിച്ചേ, മോദി സാബ് നിങ്ങളുടെ ഉണ്ട എവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അവർക്കും കിട്ടി. അപ്പോൾ ഇത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കച്ചവടം നടത്തുകയാണ്. അത് ലോകത്ത് പല രാജ്യങ്ങളും മേടിക്കും, അവർ മറിച്ച് വിൽക്കും. പിന്നെ ചില പോളിസി ഉണ്ടാവും. ഇപ്പം നമ്മൾ നോക്കൂ, മറ്റേ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഉക്രൈന് കൊടുത്തെങ്കിലും ഇതുവരെ പറഞ്ഞു ഇത് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ F-16 വിമാനങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത്തരം വിലക്കുകളുണ്ട്. അത്തരം വിലക്കുകളില്ലാത്ത ആയുധങ്ങൾ ആർക്ക് വേണേലും ആർക്കും കൊടുക്കാം. ഇതൊരു ലോജിക്കാണ്. അപ്പം നമ്മളിപ്പോൾ ബ്രഹ്മോസ് നമ്മൾ ഫിലിപ്പീൻസിന് കൊടുത്തു. ഈ സാധനം എടുത്ത് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പാടില്ല, കാരണം സോവിയറ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ വന്നിട്ട് ലോകത്ത് നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന കോൺഗ്രസ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള ടീമിന് ഇഷ്ടപ്പെടാത്ത കാര്യം, നമ്മളെപ്പോഴും ആയുധമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കണം. വാങ്ങൽ മാത്രമേ അതാണ്, വാങ്ങൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വിൽക്കാൻ തുടങ്ങിയ കമ്മീഷൻ കിട്ടത്തില്ലല്ലോ. വിൽപ്പനയ്ക്ക് കമ്മീഷൻ ഇല്ല, വാങ്ങുന്നതിനാണ് കമ്മീഷൻ.
അത് മാറിയിട്ട് ഇന്ത്യ തന്ത്രപ്രധാനമായ ടാങ്കുകൾ ഇപ്പോൾ നമ്മുടെ അർജുൻ ടാങ്കിനൊക്കെ വലിയ ഡിമാൻഡുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിക്കാവുന്ന പുതിയ ടാങ്കുകൾ നമ്മൾ വികസിപ്പിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. പിനാക്ക വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ അരിഖാദിൽ നിന്ന് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺ പരിശോധിച്ചു. അപ്പോൾ വലിയ തോതിൽ ഇതൊക്കെ ലോകത്ത് ഒരുപക്ഷെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ചൈനയ്ക്കും ഫ്രാൻസിനും റഷ്യയ്ക്കും ഫ്രാൻസിനും മാത്രമുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയുടെ കയ്യിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പുടിൻ പറഞ്ഞത് വേൾഡ് സൂപ്പർ പവർ ക്ലബിൽ ഇന്ത്യ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ആരും പറയാനും പ്രചരിപ്പിക്കാനൊന്നുമില്ല. മോദിയുടെ ഒരു 10 വർഷവും പിന്നെ ഇപ്പോൾ ശേഷിക്കുന്ന മാസങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു ഗ്ലോബൽ ആയുധ വ്യാപാരിയായി മാറുകയാണ്. അപ്പോൾ ഇന്ത്യയെ നോക്കി ഫ്രാൻസ് വരുന്നു. ലോകത്തിലെ വൻശക്തിയാണ്, ആണവശക്തിയാണ് ഫ്രാൻസ് നടക്കുന്നു. ഇവിടുത്തെ സഖാക്കന്മാരുടെ പ്രിയപ്പെട്ട വിയറ്റ്നാം വരുന്നു. അപ്പോൾ ഏതായാലും ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. അപ്പം ആയുധം വേണമെങ്കിൽ നാഗ്പൂരിൽ വരണം. നാഗ്പൂരിൽ വരുന്നതിനെ നിങ്ങൾ ഏത് അർത്ഥത്തിലെടുത്താലും നാഗ്പൂരിൽ വരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.